മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചടികൾ കിട്ടുന്നതനുസരിച്ച് പ്രതാപനും കരുണയും പ്രതാപൻ്റെ അമ്മയും പിന്നോട്ട് മാറാതെ വീണ്ടും ആ കുഞ്ഞിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുണ തന്നെ മുന്നിട്ട് ഇറങ്ങുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ വരുന്ന സമയത്ത് ഈ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയും കുഞ്ഞും കൂടെ ഉണ്ടാവും. അപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നോക്കുന്ന സമയത്ത് കണ്ണൻ ഒറ്റയ്ക്കാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അന്നേരം ഈ കരുണ വിചാരിക്കുന്നുണ്ട്, ഇയാളെന്താ ഒറ്റയ്ക്ക് വന്നേ, അവളും കുഞ്ഞൊന്നും വന്നിട്ടില്ലല്ലോ, എന്തായാലും താഴെ പോയി നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ കണ്ണനാണെങ്കിൽ നൂലുകെട്ടിൻ്റെ സർവ്വവിശേഷവും ദുർഗയായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ചടങ്ങൊക്കെ എന്ന് ചോദിക്കുമ്പം ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മേ, എല്ലാം ഭംഗിയായിട്ട് നടന്നു. പിന്നെ അമ്മ തന്നുവിട്ട ആ മാലയും വളയും അറിഞ്ഞാണോ ഒക്കെയാണ് കുഞ്ഞിനെ അണിയിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയുമ്പം ഈ ദുർഗ പറയുന്നുണ്ട്, എന്നാലും മോനക്കത് കുഞ്ഞിനെ അണിയിക്കാൻ തോന്നിയില്ലോ, എനിക്ക് സന്തോഷമായി മോനെ, ഞാൻ വിചാരിച്ചത് മോനത് കുഞ്ഞിനെ അണിയിക്കൂല എന്നാന്ന് പറയുമ്പം മഞ്ജു ആദ്യം എതിർത്തമ്മേ, പക്ഷേ മഹിയുടെ അമ്മയും ഞാനും കൂടി പറഞ്ഞതുകൊണ്ട് പിന്നെ മഞ്ജു ഒന്നും പറഞ്ഞില്ല. ലേഹിക്കും അനന്തൂനും താല്പര്യം ഉണ്ടായില്ല അമ്മ തന്നോട്ട് ആഭരണം അണിയിക്കാൻ എന്ന് പറയുമ്പം ഈ ദുർഗ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണ് മോനെ, അതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ ആരെയും വിശ്വസിപ്പിക്കാനായിട്ടൊന്നും നടക്കണില്ല. എൻ്റെ മോളാണെങ്കിലും എന്നെ മനസ്സിലാക്കി വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ചാൽ മതി, അതുവരെ ഞാനിനി ആരുടെയും പിന്നാലെ പോകുന്നില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അമ്മ വേറൊരു അത്ഭുതം ഉണ്ടായി അമ്മ, ഇന്ന് നൂലുകെട്ട് കഴിഞ്ഞ ആ സമയത്ത് ഒരു അത്ഭുത ശക്തിയുള്ള ഒരു സ്വാമി കുഞ്ഞിനെ കാണാൻ വന്നു എന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയാവുന്നുണ്ട്. കാരണം കരുണയ്ക്ക് അറിയാലോ ഒരു സ്വാമീനെയാണ് ഈ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടേക്കണേന്ന്. അങ്ങനെ കരുണ ആകാംക്ഷയോടുകൂടി കേൾക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നിട്ട് ആ സ്വാമി അന്തരീക്ഷത്തിൽ നിന്നും കുറേ ഭസ്മം എടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയിലൊക്കെ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പോയി എന്ന്. ആ നേരം ദുർഗ പറയുന്നുണ്ട്, നേരാണോ മോനെ, ആ സമയത്ത് എങ്ങനെയാണ് ആ സ്വാമി കൃത്യമായിട്ട് എത്തിയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയില്ല അമ്മേ, എന്തായാലും ഞങ്ങളുടെ മോൾക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ആ സ്വാമി പറഞ്ഞു. അന്നേരം ഈ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ സ്വാമി നിങ്ങളുടെ മോൾക്ക് ഉയർച്ച ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല, നിങ്ങളുടെ മോളെ കൊല്ലാൻ വന്നതാണ്. എന്തായാലും ഭസ്മം നെറ്റിയിൽ തൊട്ട സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ ആ കുഞ്ഞ് മരിച്ചോളൂ എന്ന്. അങ്ങനെ ഈ ദുർഗേനെ കണ്ണനാണെങ്കിൽ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ദുർഗ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും ഇപ്പം മോളെ നേരിട്ട് കാണാൻ തോന്നാൻ മോനെ എന്ന് പറയുമ്പോൾ, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ വരാൻ, അമ്മയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ വേറെ ഒന്നും കൊണ്ടോ അല്ല, മഞ്ജുവിനും സാഗറിനും ആ ലേഖയ്ക്കും അനന്തൂനും ഒന്നും എന്നെ കാണുമ്പോൾ ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്തായാലും മോനിന്ന് കുഞ്ഞിനെയും കൊണ്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ മഹീനെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ തന്നെ അമ്മയിരുന്നത്, പക്ഷേ ലേഹയ്ക്ക് ഭയങ്കര സങ്കടം, അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓണം കഴിഞ്ഞ് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതേതായാലും നന്നായി, ലേഖ അത്രമാത്രം ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ടാണ് ലേഖ കാണുന്നത്, അത് തന്നെ മഹാലക്ഷ്മിയുടെ ഭാഗ്യ. എന്തായാലും ഓണം കഴിയുമ്പോൾ നീ കുഞ്ഞിനെയും കൊണ്ട് വരുമല്ലോ, അന്നേരം എനിക്ക് എൻ്റെ പേരക്കിടാവിനെ കണ്ണു നിറച്ച് കാണാമല്ലോ എന്ന്. ഇതൊക്കെ കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവളുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അച്ഛനും മുത്തശ്ശിയും വെറുതെ എന്നെ പറ്റിക്കുമായിരുന്നു, എത്രയോ പ്രാവശ്യമായി എന്നെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുന്നു, അവസാനം നിരാശ തന്നെ എനിക്ക് ഉണ്ടാവാറുള്ളൂ. എന്തായാലും ഇത് നേരിട്ട് അച്ഛനോടും മുത്തശ്ശിയോടും ചോദിക്കണമെന്നും പറഞ്ഞ് കരുണ വേഗം മേളിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ താഴേക്ക് പോയിട്ട് എന്താ ഇടി, അയാളുടെ കൂടെ അവരും കുഞ്ഞും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം, ഇല്ല ഉണ്ണിയേട്ടാ, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്, അച്ഛനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ അയാളുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാര്യം നടന്നതിന് ശേഷം നീ സന്തോഷിക്കുകയും ഇതുപോലെ പറയുകയും ചെയ്താൽ മതിയെന്ന്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നീ മഹാലക്ഷ്മി മരിച്ചു, കണ്ണൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചേക്കണു, അതിനൊക്കെ തിരിച്ചടി കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ. ഒന്നാമത് നിൻ്റെ അച്ഛനല്ലേ ഇതൊക്കെ ചെയ്യാൻ ഏർപ്പാട് ചെയ്തത്, ആ മണ്ടനായിട്ടുള്ള നിൻ്റെ അച്ഛൻ ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ മാത്രം പറയണേ എന്തിനാ, ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയിട്ട് കണ്ണേട്ടൻ മരിച്ചോ, ഇപ്പോൾ നിൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിയുടെയും ബുദ്ധിയൊന്നും എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ അവരെന്നെ എപ്പോഴും മണ്ണുണ്ണി എന്നല്ലേ വിളിച്ചുകൊണ്ടിരിക്കണേന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാനിപ്പോൾ തന്നെ വീട്ടിൽ പോയി അച്ഛനെയും മുത്തശ്ശിയും കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് കരുണ റെഡിയായി താഴോട്ട് ഇറങ്ങി വരുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം, അച്ഛനെയും മുത്തശ്ശീനെയും ഒന്ന് കാണാൻ തോന്നുമെന്നും പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ വിവരമൊന്നും അറിയാതെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് കാണൂടാ പ്രതാപ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മോള് വിളിച്ച് പറയേണ്ടതല്ലേ അമ്മേ, ഇതുവരെ മോള് വിളിച്ചിട്ടുമില്ലല്ലോ, അമ്മ ഒന്ന് മോളെ വിളിച്ച് നോക്കിക്കുകയെന്ന് പറയുമ്പം, ഇല്ല പ്രതാപ, ഞാൻ വിളിക്കുകയൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ മോളുടെ സങ്കടം ഞാൻ കേൾക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വിളിക്കണില്ല.
അതമ്മ പറഞ്ഞത് നേരെ നമ്മളുടെ ഈ പ്ലാനും പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മോൾക്കത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും മോൾക്ക് സന്തോഷിക്കാനുള്ളൊരു വക എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കണം. അമ്മ നീ ഒരു പണി ചെയ്യടാ, നീ ആ ഗുണ്ടേനെ ഒന്ന് വിളിച്ചേന്ന് പറയണം. അങ്ങനെ പ്രതാപം ഫോണെടുത്ത് ആ ഗുണ്ടയെ വിളിക്കുമ്പം ആ ഗുണ്ട ഫോണെടുത്തിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പം എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യം തീരുമാനമാണെന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു, ആ കുഞ്ഞിന് നിലവിൽ കുഴപ്പമൊന്നുമില്ല, ആ കള്ളസ്വാമി പിന്നെ എന്തിനാടാ അതും പറഞ്ഞ് പൈസ വാങ്ങിയെടുത്തതെന്ന് ചോദിക്കുമ്പം അത് സ്വാമി സാറിനെ ചതിച്ചതൊന്നുമല്ല, സ്വാമി എപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്, പക്ഷേ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ആ സ്വാമിക്ക് തെറ്റ് പറ്റിയത്. അത് മാത്രമല്ല ആ സ്വാമി ആ കുഞ്ഞിന് ഭസ്മം തൊടിയിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ സ്വാമിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ടായി. അതുപോലെ തന്നെ നമ്മളെ കൂട്ട് തന്നെ ആ സ്വാമിയും ദേഹം മുഴുക്ക ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാ ചൊറിച്ചലിനൊരു ശമനം വന്നേന്ന്. അന്നേരം പ്രതാപം പറയുന്നുണ്ട് എന്നാലും ഇതെന്തായിരിക്കും ഇവിടെ സംഭവിച്ച. ആ സമയത്ത് ആ ഗുണ്ട സ്വാമിക്ക് ഫോൺ കൊടുത്തതും സ്വാമി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല സാറേ, ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലത്തും ഈ ഒരു പരീക്ഷണം നടത്തിയേക്കണേ, അവിടെയൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയത്, ഇനിയിപ്പോൾ ആ കുഞ്ഞിന് വല്ല അത്ഭുത ശക്തി ഉണ്ടോയെന്ന് എനിക്ക് സംശയം. അത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് പിന്നെ ചെറിയൊരു കുഞ്ഞിനല്ല അത്ഭുത ശക്തി, താൻ ഫോൺ വെച്ചിട്ട് പോടുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തായിടാ പ്രതാപ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പം കുഞ്ഞിനൊന്നും പറ്റിയില്ല അമ്മേ, പറ്റിയത് മുഴുക്കാൻ നമ്മൾക്കാ, എന്തായാലും ചൊറിഞ്ഞു നമ്മൾ മടുത്തല്ലോ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നമ്മളുടെ കുഞ്ഞിന് എങ്ങനെയെങ്കിലും കുറച്ച് സന്തോഷം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോടാ. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട് ജയിലിലേക്ക് പോണതിന് മുമ്പ് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ സന്തോഷിപ്പിക്കാൻ പറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് അമ്മയെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയെ കണ്ടതും പ്രതാപൻ്റെ അമ്മയാണ് ആ മോളുടെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞോളൂ എന്ന് പറയുമ്പം എന്ത് കാര്യമാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മരിക്കണ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, മഹാലക്ഷ്മിയുടെ കുഞ്ഞിന്ന് മരിക്കുമെന്നല്ലേ അച്ഛനും മുത്തശ്ശി എന്നോട് പറഞ്ഞത്, എന്നിട്ട് ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അത് മാത്രമല്ല ഇന്നത്തെ നൂലുകെട്ടൽ ചടങ്ങ് ഭയങ്കര ആർഭാടമായിട്ട് തന്നെ നടന്നു, അവരെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. അന്നേരം ഈ പ്രതാപം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മോളെ, ഈ പ്രാവശ്യവും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല, ആ ഭസ്മം ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ആ സ്വാമി തൊട്ട് കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ്, പക്ഷേ ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, ഇനിയിപ്പോൾ ആ കണ്ണനെയും മഹാലക്ഷ്മിനെയും പോലെ ആ കുഞ്ഞും ദൈവത്തിൻ്റെ അവതാരം വല്ലതും ആയിരിക്കും മോളെ. അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട് അച്ഛൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഒരു കുഞ്ഞിനെ കൊല്ലാൻ പോലും അച്ഛന് സാധിക്കില്ല, എന്നിട്ട് പറയുക ആ കുഞ്ഞ് ദൈവത്തിൻ്റെ അവതാരമാണ്, അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അവതാരമായിരിക്കുമല്ലോ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതല്ല മോളെ, പ്രതാപം പറയണതിലും കാര്യമുണ്ട്, ഇതിനു മുമ്പ് ആ സ്വാമി പലരെയും ഇതുപോലെ കൊന്നിട്ടുണ്ട്, പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം മാറ്റം സംഭവിച്ചേക്കണം. അതുമാത്രമല്ല ആ സ്വാമി കുഞ്ഞിന് ഭസ്മം തൊടിയിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ സ്വാമിയുടെ ദേഹം ആകെ ചൊറിയിൽ തുടങ്ങി, അതുപോലെ തന്നെ ഞങ്ങൾക്കും ആ സമയത്ത് മേലാകെ ചൊറിച്ചിലായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അത് നല്ലോണം തേച്ചുരുമ്പി കുളിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ, എന്തായാലും എനിക്ക് സന്തോഷിക്കാനുള്ള വക അച്ഛനും മുത്തശ്ശിയായിട്ട് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട, ആ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് കമലേശ്വരത്ത് താമസിക്കുന്നത് കാണാനാണോ ഞാൻ അവിടെ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല മോളെ, എന്തായാലും മോളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ട് അച്ഛനിന് ജയിലിലേക്ക് പോകുള്ളൂ. അന്നേരം കാരണം പറയുന്നുണ്ട് ഇനി അച്ഛനെയും മുത്തശ്ശിയൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇനി ഞാൻ തന്നെ അവരെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഞാൻ ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോളെ എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്, എല്ലാം നമുക്ക് സാവകാശം നടത്താം, എന്തായാലും ഇപ്പം നീ തഞ്ചത്തിൽ അവരോട് സ്നേഹത്തിൽ നിൽക്ക്, അങ്ങനെ സ്നേഹം അഭിനയിച്ച് നിന്നിട്ട് അവസരം കിട്ടുമ്പോൾ നമുക്കത് മുതലാക്കാം മോളെ. അന്നേരം കരുണ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് എപ്പോഴും അഭിനയിച്ച് നിൽക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, എപ്പോഴെങ്കിലും എൻ്റെ തനി സ്വഭാവം പുറത്തു വരും, അപ്പം ഞാൻ ആ ലക്ഷ്മീനെയോ കുഞ്ഞിനെയോ കണ്ണനെയോ എല്ലാവരെയും കൊന്നുകളയും, എന്നിട്ട് ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല എന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ടെങ്കിലും കരുണയെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് മോളൊന്ന് സമാധാനപ്പെട്, ഇനി ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഒന്നും നടക്കൂല, മോള് തന്നെ മുൻകൈ എടുക്കണം, എന്തായാലും നീ ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുന്നിൽ നല്ലവളായിട്ടൊന്ന് അഭിനയിക്കുന്നു. അന്നേരം കരുണ പറയുന്നുണ്ട് എനിക്ക് അവരുടെ മുമ്പിൽ അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന്. സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് മോളൊരു പണി ആ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറയുമ്പം കാരണം ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് മോള് കുഞ്ഞിനെ കാണാൻ ചെല്ലണ പോലെ അങ്ങോട്ട് ചെന്നാൽ മതി, അപ്പോൾ മഹാലക്ഷ്മി ഒന്നും പറയൂലായിരിക്കും എന്ന്. അങ്ങനെ കരുണ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കാം, ഇതും നടന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, പിന്നെ ഞാൻ കമലേശ്വരത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞ് കരുണ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് ഇതെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു.
എത്രയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണീര് നമ്മൾ കാണണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും ലേഹയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ കൊളുമല്ലടിക്കണ ഒച്ച കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട് ആരാന്ന് നോക്കിയേ ലേഹയെന്ന്. അങ്ങനെ ലേഹ വന്ന് ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന കരുണേനെ കണ്ടിട്ട് ലേഹയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കരുണയ്ക്കും ഉള്ളിൽ നല്ല പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഈ കരുണ ധൈര്യം സംഭരിച്ച് ലേഹയുടെ മുന്നിൽ വന്നിട്ട് മഹാലക്ഷ്മിയും കുഞ്ഞുകൂടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ മഹിയും കുഞ്ഞുകൂടെ ഉണ്ട്, അതിന് നിനക്കെന്താ പ്രശ്നം, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട് കുഞ്ഞിനെ കണ്ടിട്ട് എന്തിനാടി, കുഞ്ഞിനെ കൊല്ലാനാണോ എന്ന് ചോദിച്ചതും ഇല്ല ലേഹേച്ചി, എനിക്ക് അന്നൊരു തെറ്റ് പറ്റിപ്പോയി, പക്ഷേ ഞാനിപ്പോൾ ആ തെറ്റൊക്കെ തിരുത്തി നല്ലോണം ജീവിക്കാനാണ് ആഗ്രഹിക്കണേന്ന് പറയുമ്പം ലേഹ പറയുന്നുണ്ട് നീയൊക്കെ നല്ലോണം ജീവിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നിൻ്റെ കെട്ടും കഴിഞ്ഞ ദിവസം കണ്ണേട്ടനെ AC-യിൽ വിഷം നിറച്ച് കൊല്ലാൻ നോക്കിയത്, എന്നിട്ട് ആസ്പത്രിയിലേക്ക് പോണ വഴിക്ക് റോട്ടിലിട്ട് കൊല്ലാൻ നോക്കിയില്ലേടി, അതിന് നീ സപ്പോർട്ടല്ലായിരുന്നോടി, നീ അതെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിന്നില്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കരുണ പറയുന്നുണ്ട് ഞാനതിനൊരു തെറ്റും ചെയ്തില്ല, ഉണ്ണിയേട്ടനെ എല്ലാം ചെയ്തത്, നീ അങ്ങനെ വലിയ പുണ്യാളത്തിയൊന്നും ആവാൻ നോക്കണ്ട ഈ ഉണ്ണീനെ കുറ്റപ്പെടുത്തിയിട്ട്, ഉണ്ണി ചെയ്തപ്പം നീയും ഉണ്ടായിരുന്നില്ലേടി അതിന് സപ്പോർട്ടായിട്ട്, ആ ഗുണ്ടകൾ അവിടെ വന്ന സമയത്ത് നീ അവിടെ അതെല്ലാം കണ്ടു നിൽക്കാമല്ലായിരുന്നോ, എന്നിട്ട് നീ അത് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയേട്ടനെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെങ്കിലോ എന്ന് കരുതിയാൽ ഞാനൊന്നും പറയാതിരുന്നത്. എന്തായാലും എൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറി ലേഹിച്ച് ഞാനിപ്പോൾ പുതിയൊരാളായി, നീ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അവിടെ ആരാ വന്നേക്കണേന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വരുമ്പം ഈ കരുണേനെ കണ്ടിട്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ലക്ഷ്മീനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്നെയും കുഞ്ഞിനെയും കാണണേ എന്തിനാടി, ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ലക്ഷ്മി, നീ അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ പഴയ സ്വഭാവമൊക്കെ മാറി, ഞാനിപ്പം നന്നായി, എന്തായാലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് പറയണം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ കാണിക്കാമെന്ന് പറയുമ്പോൾ ലേഹയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹി നീ എന്തൊക്കെയാ ഈ പറയണേ, ഒരിക്കലും ഇവൾക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുത്, ഇവളാ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നേയിരിക്കും എന്ന് പറയുമ്പം കരുണ ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇല്ല ലക്ഷ്മി, ഞാൻ കുഞ്ഞിനെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോകാമല്ലോ എന്ന് പറഞ്ഞതും മഹാലക്ഷ്മി ആണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കരുണേനെയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കരുണ റൂമിൻ്റെ അകത്ത് ചെല്ലുമ്പം തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് കരുണയുടെ മനസ്സിൽ പക ഇങ്ങനെ നിറയുന്നുണ്ട്. എന്ത് ഭംഗി ഇവളുടെ കുഞ്ഞിനെ കാണാൻ, ഇവളെക്കാളും സുന്ദരിയായിട്ട് ഇവളുടെ കുഞ്ഞുണ്ടായേക്കുന്നത്, അതുമാത്രമാണോ കുഞ്ഞിൻ്റെ ശരീരം മൊത്തം ആഭരണം കൊണ്ട് പൊതിഞ്ഞേക്കുക, എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആഭരണം തരാനൊന്നും ആരും ഉണ്ടാവില്ല, എന്തായാലും അധിക ദിവസമൊന്നും നീ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കരുണയെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് മഹാലക്ഷ്മി കരുണയ്ക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പം കരുണയാണെങ്കിൽ ചുറ്റിനും നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. അങ്ങനെ ആരും വരുന്നില്ല എന്ന് ഉറപ്പിച്ച് കരുണ ആ കുഞ്ഞിനെ എടുത്ത് മുഖത്തേക്ക് കൈ അമർത്താനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ ലേഹ അങ്ങോട്ട് വരുന്നത്. ലേഹയാണെങ്കിൽ ഈ കരുണ ചെയ്യണത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ലേഹ ഓടി വന്നിട്ട് കുഞ്ഞിനെ വാങ്ങിയെടുത്തിട്ട് നീ എന്താടി കുഞ്ഞിനെ ചെയ്തത്, നീ കുഞ്ഞിനെ കൊല്ലാൻ വന്നതാണോടി എന്ന് ചോദിച്ച് ഈ കരുണയുടെ ചെകിട് നോക്കി ഒരെണ്ണം കൊടുക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.